Hi students, നമ്മൾ അടുത്ത എക്സാമ്പിൾ ആയ ആംപ്ലിസ്റ്റോമയെ കുറിച്ചാണ് പറയുന്നത്. It included the superclass Tetrapoda, class Amphibia, subclass Lissamphibia, order Urodila and Amblystomoidea suborder. Okay. ആംപ്ലിസ്റ്റോമ അല്ലെങ്കിൽ നമ്മൾ പറയും ആംബിസ്റ്റോമ എന്നും പറയും, രണ്ടും പറഞ്ഞാലും ശരിയാണ്. ജീനസ് ആണ് അതിന്റെ. It include the mole salamanders. Its members are small to large terrestrial form. Terrestrial forms ആണ്, ചെറുത് മുതൽ വലുതുണ്ട്. ആംബ്ലിസ്റ്റോമ മാക്കുലേറ്റം ആണ് സ്പോട്ടഡ് സാലമാൻഡർ. പിന്നെ ടാൽപോഡിയ ഉണ്ട്, അതുപോലെ തന്നെ ടൈഗ്രീനിയ ഉണ്ട്. ഒക്കെ എന്താണ് ടൈഗർ സാലമാൻഡർ എന്നാ പറയുക. ഇതൊക്കെ ഇതിന് കോമൺ എക്സാമ്പിൾ ആണ്. ഈ ടൈഗ്രീനിയാണ് കോമൺലി കൾഡ് ടൈഗർ സാലമാൻഡർ എന്ന് പറയുന്നത്. ഇത് ടെറസ്ട്രിയൽ യൂറോഡിയിലാണ്. നോർത്ത് അമേരിക്കയിലും സെൻട്രൽ മെക്സിക്കോയിലും ഒക്കെ കാണും, US-ലൊക്കെ കാണുന്നത് ഇതാണ്. ഒരു ലിസാർഡിനെ പോലെയാണ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഏകദേശം 20 സെന്റിമീറ്ററോളം നീളം ഉണ്ടാവും. അതിലിങ്ങനെ കുറെ ബോഡിയിൽ ട്രാൻസ്വേഴ്സ് ഗ്രൂ ഉണ്ടാവും, അതുപോലെ യെല്ലോ പാച്ചസ് അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഉണ്ടാവും. അത് ബ്ലാക്ക് സ്കിന്നിൽ എന്ത് ചെയ്യും, യെല്ലോ കളറായിട്ടാണ് ഇത് കാണപ്പെടുക ഈ ടൈഗർ സാലമാൻഡറിൽ. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ടൈഗറിന്റെ പോലെ അതിന് മഞ്ഞ വരകൾ ഉള്ളത് കൊണ്ടാണ് അതിനെ പറയുന്ന ആ പേര് പറയുന്നത്. ഹെഡ് ആൻഡ് ട്രങ്ക് ആർ depressed and snout is flat and blunt. Mouth is wide and head bears a well-developed eyes. Okay, and a pair of poison secreting parotid gland. ഹെഡിൽ എന്താണ്, ഒരു വെൽ ഡെവലപ്ഡ് ഐസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പെയർ പോയിസൺ സെക്രീറ്റിംഗ് പാരോട്ടിഡ് ഗ്ലാൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഗിൽസ് ആൻഡ് ഗിൽസിൽസ് ആർ ആബ്സെന്റ് ഇൻ ദ അഡൾട്ട്. ഇതിലെന്താണ്, ഗിൽസും ഒന്നും ഇല്ല എക്സ്റ്റേണൽ ആയിട്ട്. ട്രങ്ക് ബിയേഴ്സ് വെൽ ഡെവലപ്ഡ് ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്. ട്രങ്കിൽ എന്തുണ്ട്, നല്ല എന്തുണ്ട്, നല്ല ഡെവലപ്പ് ചെയ്ത കാലുകളും കൈകളും ഒക്കെ ഉണ്ട്. ഫോർ ലിംസും ഹൈ ലിംസും ഉണ്ട്. ഫോർ ലിംസ് ആർ 4 digit and high limbs are 5. Tail is laterally compressed and flat but without caudal fin. Okay, and sexes are separate. Fertilization is internal. During this, male deposits spermatophore and female pick them up with the cloacal lips. Fertilized eggs are laid in the water and each egg develop to a gill breathing aquatic larvae. ഈ ലാർവനെ പറയുന്ന പേരാണ് അക്സോട്ടിൽ ലാർവ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അക്സോട്ടിൽ ലാർവനെ കുറിച്ച് എഴുതാൻ. The larva is about 25 centimeter long with a body differentiated to എന്തൊക്കെയാണ്, ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ. അപ്പൊ അക്സോട്ടിൽ ലാർവ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 25 സെന്റിമീറ്റർ ലോങ് ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ് ട്രങ്ക് ആൻഡ് ടെയിൽ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാർവൽ ബോഡി വെർട്ടിക്കൽ ഇന്റർകോസ്റ്റൽ ഗ്രൂവ്സ് ഓൺ ദ സൈഡ്സ്. ലാർവൽ ബോഡിയിൽ നിറയെ എന്തുണ്ട്, ഇന്റർകോസ്റ്റൽ ഗ്രൂവ്സ് ഉണ്ടാവും രണ്ട് സൈഡിലും. അതുപോലെ തന്നെ 4 pairs of wide gill slits ഉണ്ടായിരിക്കും. Then 3 pairs of crimson colored external gills. നല്ല കളർഫുൾ ആയിട്ടുള്ള gills ഉണ്ടാവും. And well developed eyes. 4 limbs and high limbs, well developed eyes, 4 limbs and high limbs, and a laterally compressed tail with കോഡൽ ഫിൻ. അപ്പൊ അക്സോട്ടിൽ ലാർവന്റെ മോർഫോളജി എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം, എഴുതേണ്ടി വരും. ഇതാണ് ആള്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്താ മഞ്ഞ ഡോട്ട്സ് സ്പോട്സ് ആണ് ബോഡിയിലുള്ള. ബ്ലാക്കില് മഞ്ഞ സ്പോട്സ് ആണ് കാണപ്പെടുന്നത്. ഇനി അക്സോട്ടിൽ ലാർവയ്ക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്, അതാണ് നിയോട്ടണി അല്ലെങ്കിൽ പീഡോജെനിസിസ് എന്ന് പറയും. ഇതൊരു എക്സാമ്പിൾ ആണ് അതിനുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ ഫുഡ് ആൻഡ് വാട്ടർ ആർ സഫിഷ്യന്റ് ഇറ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ ഇൻ ദ ലാർവ സ്റ്റേജ് ആൻഡ് ഡെവലപ്സ് സെപ്സ് ഓർഗൻസ് ആൻഡ് സ്റ്റാർട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ വിത്തൗട്ട് മെറ്റമോർഫിസിസ്. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവർക്ക് ഇഷ്ടംപോലെ ഫുഡും കിട്ടുകയാണ്, ലാർവയായിട്ട് നിൽക്കുകയാണ്, ലാർവൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എക്സോട്ടിൽ ലാർവയാണ് ആള് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് നല്ലോണം ഫുഡും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു സീസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലൈമറ്റിലാണ് അപ്പോൾ വളരുന്നെങ്കിൽ ഇതെന്താണ്, ലാർവ ആവുമ്പോൾ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് സെക്സ് ഓർഗൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ നടത്തും. അപ്പൊ എന്താണ്, മെറ്റമോർഫോസിസ് ഒന്നും നടന്നിട്ടില്ല, അഡൾട്ടായി മാറാതെ തന്നെ ആള് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും യങ് വൺസിനെ. ഓക്കെ, ദെൻ ഓൺ ദ അതർ ഹാൻഡ് ഇഫ് വാട്ടർ ഈസ് വെരി ലോ ആൻഡ് ഫുഡ് ഓക്സിജൻ, വെരി ലോ ഫുഡ് ആൻഡ് ഓക്സിജൻ എന്താണ്, ആ സ്കേഴ്സ് ഇൻ വാട്ടർ, വാട്ടറിൽ എന്തില്ല, വാട്ടർ ലെവൽ ഈസ് വെരി സ്ലോ ആൻഡ് ഫുഡ് ആൻഡ് ഓക്സിജൻ ആർ സ്കേഴ്സ് ഇൻ വാട്ടർ. ഇതില് വെള്ളത്തിൽ വേണ്ടത്ര എന്തില്ല,
ഓക്സിജനും അതിന് വേണ്ട ഫുഡും ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ അക്വാട്ടിക് ലൈഫ് നിന്നാൽ ശരിയാവില്ല എന്ന് ആൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ലൈഫ് ബിക്കം ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ഇൻ ദ അക്വാട്ടിക് area. Then it comes to land and metamorphosis to the terrestrial adult. അപ്പോഴാണ് ആൾ എന്ത് ചെയ്യുക, ഇവിടെ ഭക്ഷണമൊന്നും കിട്ടണില്ലാണ്ടല്ല നേരെ കരയിലേക്ക് വന്നിട്ട് അത് മെറ്റമോർഫോസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അഡൾട്ടായിട്ട് മാറും. ഡ്യൂറിങ് ദിസ് ഇറ്റ്സ് ഗിൽസ്ലിസ് ആൻഡ് കോഡൽ ഫിൻ ഡിസപ്പിയർ. അപ്പോഴെന്ത് ചെയ്യും, ഈ ഗിൽസ്ലിസും ഫിൻസും ഒക്കെ ഡിസപ്പിയർ ചെയ്യും. അതാണ് ഈ പീഡോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഈ ലാർവൽ കണ്ടീഷനിലും എന്ത് ചെയ്യുക, ഇതിന് എന്ത് ചെയ്യുക, അഡൾട്ടിനെ പോലെ പെരുമാറാനുള്ള ഓർഗൻസ് ഒക്കെ വരിക. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പീഡോജെനിസ് അല്ലെങ്കിൽ നിയോട്ടണി എന്ന് പറയുന്നത്. നോക്കൂ, അത് നിയോട്ടണി ഈസ് തോട്ട് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ വാട്ടർ ആൻഡ് ഓൾസോ ബൈ ജെനറ്റിക് റീസൺ. ഈ നിയോട്ടണി നടക്കാൻ കാരണം അതിൽ വെള്ളത്തിൽ അയഡിന്റെ കുറവ് വരുമ്പോഴും അതുപോലെ തന്നെ പല ജനറ്റിക് ആയിട്ടുള്ള അതിന്റെ കാരണങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ആംബ്ലിസ്റ്റോമ മെക്സിക്കാന ആർ ജെനറ്റിക്കലി നിയോട്ടണസ്. ഇവര് ഈ സം സ്പീഷീസ് ഒക്കെ എന്താണ്, നിയോട്ടണസ് കാണിക്കുന്ന സ്പീഷീസ് ആണ്. ഓക്കെ.